വീട്ടിൽ നിന്ന് കളിച്ച് കളിച്ച് മടുത്തിട്ടാട്ടോ ആദ്യം വീടിന്റെ ടെറസിലോട്ട് കളിക്കാൻ വേണ്ടി കയറിയത്. അവിടെ ചെന്നപ്പോൾ നിറയെ ഇല വീണ് കിടക്കുവാന്നും പറഞ്ഞ് എന്നോട് ഒന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ ശരിയാട്ടോ. ഞാൻ ഇങ്ങോട്ട് കയറാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പടിക്കെട്ടിലൂടെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഈ ആരും ഇപ്പോൾ കയറുന്ന കണക്ക് ഇങ്ങനെ ചാടി കയറുകയും കൂടെ വേണം. രണ്ടും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറാഞ്ഞത്. പിന്നെ ഇവിടെ താമസമായിട്ട് അധികം ആയിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 3-4 മാസത്തിന് അടുപ്പിച്ച് ആയിട്ടുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഇത്രയും ചവറാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും കയറിയതല്ലേ തൂത്തേക്കാന്ന് കരുതി അങ്ങ് തൂത്ത് തുടങ്ങുവാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എന്നാലും സാരമില്ല, അങ്ങ് തൂത്തേക്കാന്ന് കരുതി. പക്ഷെ തൂത്ത് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, വേണ്ടായിരുന്നു എന്ന് തോന്നി. കാര്യം അത്രയ്ക്കും പാടായിരുന്നു കേട്ടോ. ചവറൊന്നും നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടൊക്കെ തൂക്കുവാണേ. അതിൻ്റെ കൂടെ നല്ല വെയിലും. പിന്നെ ഇരുന്നും നിന്നും കിടന്നും ഒക്കെ കഷ്ടപ്പെട്ട് ആദ്യത്തെ പകുതി അങ്ങോട്ട് തൂത്ത് കൂട്ടിയപ്പോഴത്തേക്ക് ആര്യം പിന്നെ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് ഒന്ന് കോരി അങ്ങ് തട്ടാൻ തുടങ്ങി കേട്ടോ. അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവൻ എന്നെ സഹായിക്കാൻ ശ്രമിക്കുവാണേ. പിന്നെ ഞാൻ പറ്റുന്ന പോലെ ബാക്കിയും കൂടെ എങ്ങനെയും അങ്ങ് തീർത്തിട്ട് ഇറങ്ങിയാൽ മതി എന്നും പറഞ്ഞങ്ങ് തീർത്തുകൊണ്ടിരിക്കുവായിരുന്നേ. നല്ല വെയിലായതുകൊണ്ട് തന്നെ അപ്പുറത്തെ അയ്യത്ത് ജോലിക്കൊക്കെ കുറേ തൊഴിലുറപ്പിലുള്ള ചേച്ചിമാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഈ കൊച്ചിന് എന്തോ ഭ്രാന്താണോ ഈ ഉച്ചയ്ക്ക് കയറിയൊന്ന് തൂക്കാനെന്നായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നി ഞാൻ സമയമൊന്നും നോക്കത്തില്ല കേട്ടോ. അന്നേരം കയറി അങ്ങ് ചെയ്യും. പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു പാടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചൂടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ബക്കറ്റിലാക്കി കളയാമെന്ന് കരുതി. അത് ഫ്ലോപ്പ് ആയപ്പോഴത്തേക്ക് പിന്നെ തൂത്തിറക്കി കേട്ടോ. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലും ആഫ്റ്റർ റിസൾട്ട് കണ്ടപ്പോഴത്തേക്ക് മനസ്സങ്ങ് നിറഞ്ഞു. പിന്നെ ഇയാൾക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ഇയാൾ പിന്നെ അവിടെ കിടന്നങ്ങ് കളിയായി. പിന്നെ ഫുൾ ടൈം ഇതിൻ്റെ മേളിലായിരുന്നു കേട്ടോ ഫുട്ബോളുമായിട്ട്. കഴിക്കാൻ വിളിച്ചാലും കുളിക്കാൻ വിളിച്ചാലും എല്ലാം ഇതിൻ്റെ മേളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പടി കൂടെ തിരിച്ചിറങ്ങുന്ന കാര്യമായിരുന്നു പിന്നെ എൻ്റെ ടെൻഷൻ. പിന്നെ പതുക്കെ കൊണ്ട് ഞാൻ അതെല്ലാം തീയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ചെറിയ വിശേഷം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തേ കേട്ടോ. അപ്പോൾ അത്രയുള്ള മക്കളെ, ടാറ്റ.